പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യമാണ്. പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നതും ആകുന്നു. യാക്കോബ് അപ്പോസ്തലൻ, യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് അപ്പോസ്തലൻ, യേശുക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ച് എഴുതുകയാണ്. പിതാവാം ദൈവത്തിന് മുമ്പാകെയുള്ള ഭക്തി. ഒരാൾ ഭക്തനെന്ന് പറയണമെങ്കിൽ, അവൻ ഭക്തിയുള്ളവന് എന്ന് പറയണമെങ്കിൽ, അപ്പോസ്തലനായ യാക്കോബ് നമ്മളോട് പറയുകയാണ്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലെ കളങ്കം പറ്റാതെ തന്നെ കാസൂക്ഷിക്കുന്നതുമാകുന്നു യഥാർത്ഥമായ ഭക്തി. അതായത് ഒരു മനുഷ്യൻ അവന് ഭക്തനായി ജീവിക്കണമെങ്കിൽ അവന് പ്രവൃത്തി വേണം, വിശ്വാസം മാത്രം പോരാ. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അവൻ നമ്മുടെ സൃഷ്ടാവാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ രക്ഷിതാവാണ്. നമുക്ക് വേണ്ടി കാൽവരിയിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ സർവ്വപാപങ്ങൾക്കും വേണ്ടി അവൻ കാൽവരിയിൽ രക്തം ചിന്തി. അത് നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവൻ നമ്മുടെ രക്ഷിതാവാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, വാഗുണ്ട് പറയുന്നത് മാത്രമല്ല, പ്രവൃത്തിയും കൂടി വേണം എന്ന് അപ്പോസ്തലനായ യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഈ ലോകത്തിലെ കളങ്കം പറ്റാതെ തന്നെ കാസൂക്ഷിക്കണം. അവരെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി അവർക്ക് അപ്പനായിരിക്കുക, അവർക്ക് അമ്മയായിരിക്കുക, അവർക്ക് സ്നേഹിതനായിരിക്കുക, നാം അവരെ സ്നേഹത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള വിശ്വാസമാണ് യേശുക്രിസ്തു അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സ്നേഹവും വിശുദ്ധിയും കൂടുമ്പോഴാണ് നമ്മൾ ശരിയായ ഒരു ഭക്തനായി നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹം വേണം, അതോടൊപ്പം തന്നെ ഭക്തിയും വേണം എന്നാണ് അപ്പോസ്തലനായ യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് സങ്കീർത്തനം 68-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം തന്റെ വിശ്വവാസിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലനമാകുന്നു. ദൈവം ആർക്കാണ് പിതാവ്? അനാഥന്മാർക്ക്. ദൈവം അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് അവർക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് മാത്രമല്ല, അവൻ അനാഥന്മാർക്ക് പിതാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ആരും ഇല്ലാത്തവർക്ക്, ന്യായം കിട്ടാതെ പോകുന്നവർക്ക്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്, ആരാധന നമുക്ക് ആവശ്യമാണ്. അപ്പോ ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ താൻ രാജാവാണെന്നുള്ള കാര്യം തന്നെ മറന്ന് ആരാധിക്കുന്ന ഒരു സ്വഭാവം ദാവീദിന് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആട്ടിടയനായിരുന്ന എന്നെ ദൈവം അവിടുന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ദൈവവിനെ അഭിഷേകം ചെയ്തു. ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ അവന് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ദാവീദ് തന്നെ മറന്ന് പെട്ടകത്തിന് മുമ്പിൽ ആരാധിക്കുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു ദാവീദ്. ഇവിടെ യേശു നമ്മെ ഓർപ്പെടുത്തുകയാണ്, നമുക്ക് ആ ആരാധന മാത്രം പോരാ, പ്രാക്ടിക്കൽ നമുക്ക് വേണം. എന്താണ് പ്രാക്ടിക്കൽ? നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം, നന്മ ചെയ്യുവാൻ നമ്മൾ മടുത്തു പോകരുത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു,
ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരുകയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരുകയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിൽ എപ്പോൾ കണ്ടു ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറഞ്ഞു. രാജാവ് അവനോട്, ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യുന്നിടത്തെല്ലാം എനിക്ക് ചെയ്യുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു ക്രിസ്തു സത്യമായിട്ട് പറയുകയാണ്, ഈ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, വിശപ്പ് അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, നിങ്ങൾ അവർക്ക് ഉടുക്കുവാൻ വസ്ത്രം കൊടുക്കുമ്പോൾ, നിങ്ങൾ അവർ ആശുപത്രിയിലായിരിക്കുമ്പോൾ, നിങ്ങൾ അവരെ ചെന്ന് കാണുമ്പോൾ, അവരുടെ വെള്ളത്തിന് ദാഹിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ എനിക്കാണ് തരുന്നത്. അവർ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾക്ക് അവർ വസ്ത്രം കൊടുത്തത്, ആ വസ്ത്രം കർത്താവായ യേശു ക്രിസ്തുവിനാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് അവൻ പറയുകയാണ്. നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, രോഗിയായി കാണുവാൻ വന്നു. നീതിമാന്മാർ അവനോട്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ്, ഹല്ലേലൂയ, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഏറ്റവും മുമ്പിലായിരിക്കണമെന്ന് യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശ്വാസം മാത്രം പോരാ, വിശ്വാസം മാത്രം പോരാ, നമ്മൾ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് അപ്പോസ്തലനായ പൗലോസും യേശു ക്രിസ്തുവും നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോവും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതിയുടെ അപ്പോൾ ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്നത് യാക്കോബ്, കേഫാവ്, യോഹന്നാൻ. യാക്കോവും കേഫാവും യോഹന്നാനുമാണ് ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്നത്. അവര് സുവിശേഷം അറിയുമ്പോൾ തക്കവണ്ണം എനിക്ക് ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രന്മാരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവൻ പറഞ്ഞു. ഇവരെ സുവിശേഷത്തിന്റെ വലം കൈയിലേക്ക് കൊടുത്ത് ഇവരെ വിട്ടപ്പോൾ പറയുകയാണ്, എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഓർത്തുകൊള്ളണം. എന്ത്? ദരിദ്രന്മാരെ ഓർത്തുകൊള്ളണം. നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ പ്രാക്ടിക്കൽ പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രസംഗിക്കുന്നത് മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം? പ്രവൃത്തി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവൃത്തിയും കൂടി വേണം എന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. 64-ന്റെ 6-ൽ നമ്മൾ വായിക്കുകയാണ്. 64-ന്റെ 6-ൽ പറയുകയാണ്, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കരപുരണ്ട തുണി പോലെ ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞങ്ങളുടെ നീതി പ്രവർത്തി, ഞങ്ങൾ നീതി ചെയ്യുന്നത് എല്ലാം കരപുരണ്ട തുണി പോലെയാണ്, അത് ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായുള്ളത് വിശ്വാസമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക, പുത്രനായ യേശുവിൽ വിശ്വസിക്കുക. ആ മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുക, വിശ്വാസ സ്നാനമേക്കുക. അങ്ങനെ നമ്മൾ യേശുവിനോട് ചേരണം. അങ്ങനെ നമ്മൾ യേശുവിനോട് ചേർന്ന് കഴിഞ്ഞ് യേശുവിൻ്റെ ആയിക്കഴിഞ്ഞാൽ, യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എന്താണ്? അവൻ നന്മ മാത്രം ചെയ്ത് ജീവിച്ചവനാണ്. എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത് ജീവിച്ചവനാണ്. രോഗികളെ സൗഖ്യമാക്കി, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്ത്, മരിച്ചവരെ ഉയർപ്പിച്ച്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത്, ഹല്ലേലൂയ, എങ്ങനെ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകണമെന്ന് അവൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നീതി പ്രവർത്തികൾ മാത്രം പോരാ, ആദ്യം നമുക്ക് യേശുവിലുള്ള വിശ്വാസമാണ് വേണ്ടത്. യേശുവിനെ കർത്താവെന്ന് നമ്മൾ വാ കൊണ്ട് ഏറ്റുപറയണം. അവൻ നമ്മെ മരിച്ചവരിൽ നിന്ന് അവൻ നമ്മുടെ രക്ഷിതാവാണെന്ന് നമ്മൾ ഏറ്റുപറയണം. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിന്മേൽ മരിച്ചു, നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചതാണെന്ന് നമ്മൾ ഏറ്റുപറയണം. അങ്ങനെ നമ്മൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമ്മൾ നടത്തണം. 2, അത് മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി വേണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം
27 വാക്യം, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെ കാസൂക്ഷിക്കുന്നതുമാണ്. അനാഥരെയും വിധവമാരെയും, ആശ്രയമില്ലാത്തവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ദരിദ്രന്മാരായുള്ളവരെ അവിടെ സങ്കടത്തിൽ അവിടെ ചെന്ന് കാണുക എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി വരകരം കൊടുക്കുക, അവർക്ക് അപ്പന്റെ സ്ഥാനത്ത് അപ്പനായിരിക്കുക, അവർക്ക് അമ്മയുടെ സ്ഥാനത്ത് അമ്മയായിരിക്കുക, അവർക്ക് സഹോദരന്റെ സ്ഥാനത്ത് സഹോദരനായിരിക്കുക, അവരെ വലങ്കൈ പിടിച്ച് അവരെ ഉയർപ്പിക്കുക. അങ്ങനെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരണം. അതാണ് മത്തായി 25-35 വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ വിശന്നു, നീ എന്നെ ഭക്ഷിപ്പാൻ തന്നു, ഞാൻ ദാഹിച്ചു, നീ എന്നെ കുടിക്കാൻ തന്നു, ഞാൻ രോഗക്കിടക്കയിലായിരുന്നു, നീ എന്നെ കാണാൻ വന്നു. ഇത് എപ്പോൾ കർത്താവേ ഞാൻ എപ്പോൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഈ എളിയവരോട്, സമൂഹത്തിലെ വിധവമാര്, അനാഥര്, ഇതുപോലുള്ള എളിയവരോട് നീ ചെയ്യുന്നത് അത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അവരും എൻ്റെ സൃഷ്ടിയാണ്, ഞാനാണ് അവരെ സൃഷ്ടിച്ചത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ഈ നമ്മുടെ ചുറ്റുമുള്ള പാവങ്ങള്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, ഒരു ശരണമില്ലാത്തവർക്ക്, അവർക്ക് നമ്മൾ ശരണമായി തീരണം. വിധവമാർക്ക് നമ്മൾ ശരണമായി തീരണം. അവരെ നമ്മൾ സഹായിക്കണം. അവർ നമ്മുടെ വരം കൈപിടിച്ച് അവരെ ഉയർത്തണം. അങ്ങനെ ഉയർത്തുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ മുമ്പില് നമ്മൾ ശരിയായ ഭക്തനാകുകയുള്ളൂ. ശരിയായ ഭക്തനാവണമെങ്കിൽ അവന് വിശ്വാസം വേണം, അവന് പ്രവൃത്തി വേണം, അവൻ ലോകത്തിന്റെ കളങ്കം പറ്റാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.